സ്വന്തം മണ്ഡലത്തിലെ വികസന മേഖലകളിലൂടെ യാത്ര ചെയ്ത് കളമശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി പി രാജീവ്. ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തിന്റെ പ്രതീകമായ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടെയാണ് രാജീവ് സന്ദർശിച്ചത്. മന്ത്രി എന്ന നിലയിൽ പി രാജീവിന്റെ ശ്രമഫലമായാണ് രണ്ട് സ്ഥാപനങ്ങളും യാഥാർത്ഥ്യമായത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കളമശ്ശേരിയുടെ മുഖം മാറ്റിയ വികസന സ്തംഭങ്ങൾ ഒരിക്കൽ കൂടി നേരിട്ട് കാണാനെത്തിയതായിരുന്നു മന്ത്രിയും കളമശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥിയുമായ പി രാജീവ്. നാടിൻ്റെ ദീർഘകാല ആവശ്യവും പിന്നീട് LDF സർക്കാർ യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻ്ററിലേക്കായിരുന്നു പി രാജീവ് ആദ്യമെത്തിയത്. ചികിത്സക്കായി എത്തിയവരുമായി പി രാജീവ് സംസാരിച്ചു. പിന്നീട് കളമശ്ശേരിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്കായിരുന്നു സ്ഥാനാർത്ഥിയുടെ യാത്ര. കളമശ്ശേരിയിലെ വികസനം ജനങ്ങളുടെ കൺമുന്നിലുണ്ടെന്നും അതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും പി രാജീവ് പറഞ്ഞു. ഗ്രഫീൻ അറോറയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. 60 കോടിയിലധികം മുടക്കി ഇവിടെ കിൻഫ്രയുടെ സ്ഥലത്ത് നിർമ്മിച്ച് അത് പൂർത്തീകരിച്ച് കഴിഞ്ഞു. സീപോർട്ട് എയർപോർട്ട് റോഡ് 23 കൊല്ലം അനങ്ങാതിരുന്നതാണ്. ഇപ്പോൾ ടെൻഡർ വിളിച്ചു, നിർമ്മാണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല മാറ്റമുണ്ടാകുന്ന രൂപത്തിലുള്ളൊരു വികസനമാണ് മണ്ഡലത്തിൽ സമഗ്രമായി കൺമുൻപിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. കളമശ്ശേരി നഗരസഭാ പ്രദേശത്തെ പൊട്ടച്ചാൽ തോടിൻ്റെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നയിടം സന്ദർശിച്ച ശേഷം മൂലേപ്പാടത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകുന്ന പദ്ധതിയുടെ പുരോഗതിയും പി രാജീവ് വിലയിരുത്തി. വികസന മേഖലകളിൽ സന്ദർശനം പൂർത്തിയാക്കിയ സ്ഥാനാർത്ഥി പി രാജീവ് വോട്ടർമാരെ കണ്ടതിനൊപ്പം ആലങ്ങാട്ട് വിഷുക്കാല വിളവെടുപ്പ് ഉത്സവത്തിലും പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.